ഫ്രണ്ട്സ്, നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള അതായത് നമ്മുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ മസഗൺ ഡോഗ് ഷിപ്ബിൽഡേഴ്സ് ലിമിറ്റഡിൻ്റെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ യാതൊരുവിധ എക്സ്പീരിയൻസും മറ്റു കാര്യങ്ങളൊന്നും തന്നെ വേണ്ട. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് 3 കാറ്റഗറികളവർക്ക് അപ്ലൈ ചെയ്യാം. 8ാം ക്ലാസ് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യുന്ന വേക്കൻസി ഉണ്ട്, 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യുന്ന വേക്കൻസി ഉണ്ട്, ഇനി IT കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാനുള്ള വേക്കൻസികളുണ്ട്. അപ്പോൾ വിവിധ കാറ്റഗറിയിലെ വേക്കൻസികളുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓൺലൈനായിട്ടാണ്. അതോടൊപ്പം തന്നെ ഇതിലേക്ക് എങ്ങനെയാണ് സെലക്ഷൻ തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ ചെയ്യുന്നത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും വീഡിയോയിലുണ്ട്. നിങ്ങൾ ദയവായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുകയും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് ലഭിക്കുന്നതായിട്ട് നമ്മുടെ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് എനേബിൾ ചെയ്യുക. നമ്മുടെ ചാനൽ കയറിയ റീസെൻ്റായി ചെയ്ത വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ഒട്ടനവധി വേക്കൻസികൾ വിളിക്കുന്നുണ്ട്, എല്ലാം നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. അതിന് മുൻപ് നിങ്ങളോട് പറയാനുള്ളത് ആദ്യം തന്നെ തുടക്കത്തിൽ പറഞ്ഞില്ലെന്ന് വേണ്ട, ഒരു അപ്രൻറ്റിഷിപ്പ് പ്രോഗ്രാമിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അപ്രൻറ്റിഷിപ്പ് എന്ന് കേട്ട് ഇവിടെ തന്നെ സ്കിപ്പ് ചെയ്യേണ്ട, അതിൻ്റെ ബെനിഫിറ്റും കൂടെ ഞാൻ പറഞ്ഞുതരാം. കാരണം നമ്മൾ തന്നെ ഒരുപാട് നോട്ടിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മസഗോണിൻ്റെതായും കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൻ്റെതായിട്ടും പെർമനൻറ്റ് വാക്കൻസിയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പല സമയങ്ങളിലായിട്ട് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനിൽ അപ്രൻറ്റിഷിപ്പ് എന്താണ് മാൻഡറ്ററി ആയിട്ട്, അതായത് എസെൻഷ്യൽ ക്വാളിഫിക്കേഷനായിട്ട് അതിൻ്റെ കൂടെ പറയാറുണ്ട്. അത് നമുക്ക് ഷിപ്പ് ബിൽഡിംഗ് കമ്പനികളിലായിരിക്കണം എന്ന് പ്രത്യേകം മെൻഷൻ ചെയ്യാറുണ്ട്. ഇനി അത് മാത്രമല്ല, നിങ്ങൾക്ക് ഈ പറയുന്ന ഷിപ്പ് ബിൽഡിംഗ് മറ്റ് കമ്പനികളിലൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ എക്സ്പീരിയൻസ് ചോദിക്കുകയാണെങ്കിൽ അപ്രൻറ്റീഷിപ്പ് എക്സ്പീരിയൻസ് ആയിട്ട് പരിഗണിക്കുന്നതുമാണ്. ഇനി അതുമല്ല, നിങ്ങൾക്കിപ്പം ഈ പറയുന്ന മസഗൺ ഡോഗ് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡിലൊക്കെ നിങ്ങൾ അപ്രൻറ്റീഷിപ്പായി കയറി നിങ്ങളുടെ ഡ്യൂറേഷൻ കംപ്ലീറ്റ് ചെയ്താൽ തന്നെ വീണ്ടും നിങ്ങൾക്ക് അവിടെ ട്രെയിനിങ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സ്കീമുകളൊക്കെ ഉണ്ടെന്നുള്ളതാണ് പറയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ സ്കില്ലൊക്കെ നല്ല രീതിയിൽ എൻഹാൻസ് ചെയ്യാനും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ അതിന് കിട്ടുന്ന നല്ലൊരു എൻട്രിയാണ് ശരിക്കും അപ്രൻറ്റീഷിപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞിരുന്നതെന്ന് വെച്ചാൽ ഇത് അറിയുന്നവരാണെങ്കിൽ നിങ്ങൾ ഇത് കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതുമാത്രമല്ല, പിന്നെ അതത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ മസഗൺ ഡോഗ് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡിൽ അപ്രൻറ്റീഷിപ്പ് ചെയ്താൽ തന്നെ ചില കമ്പനികളൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ അതത് ഇൻഡസ്ട്രിയിൽ നിന്ന് അപ്രൻറ്റീഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് വരുന്ന സമയത്ത് അവർ മാർക്ക് വെയിറ്റേജ് ഒക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യും, അവർക്കൊരു റിലാക്സേഷൻ കാര്യങ്ങളും അതുപോലെ ഈ പറയുന്ന ഏജ് റിലാക്സേഷൻ കൊടുക്കാറുണ്ട്. അതുപോലെ മാർക്ക് വെയിറ്റേജ് ഒക്കെ കൊടുത്ത് അങ്ങനെയുള്ള പരിഗണന ആ ഒരു പ്രിഫറൻസ് ഒക്കെ അവർക്ക് മുൻഗണന അവർക്ക് കൊടുക്കാറുണ്ടെന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. ഇവിടെ കാണാം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അണ്ടർടേക്കിംഗ് ഇവിടെ കാണാം മസഗൺ ഡോഗ് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ്. അഡ്വർടൈസ് നമ്പറൂടെ കാണാൻ പറ്റും. 523 ട്രേഡിലേക്കാണ് വിളിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് ജൂൺ 10 മുതൽ നിങ്ങൾക്ക് ജൂൺ 30 വരെയാണ് സമയമുള്ളത്. അപ്പോൾ ഇതിലേക്ക് 3 കാറ്റഗറി വിളിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഗ്രൂപ്പ് എ വിളിച്ചിട്ടുണ്ട്, ഇതിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് കഴിഞ്ഞവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഗ്രൂപ്പ് ബിയിലേക്ക് നിങ്ങൾക്ക് IT കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഗ്രൂപ്പ് സിയിലേക്ക് അപ്ലൈ ചെയ്യാൻ 8ാം ക്ലാസ് മാത്രം പാസ്സായാൽ മതി. അപ്പോൾ ഒരു ഉദ്യോഗാർത്ഥിക്ക് എത്ര ഗ്രൂപ്പിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇവിടെ കാണാം ഗ്രൂപ്പ് എ ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഇവിടെ നിൽക്കുകയാണ് ഡ്രാഫ്റ്റ്മാൻ മെക്ക് 28 വാക്കൻസി, ഇലക്ട്രീഷ്യൻ 43, ഫിറ്റർ 52, പൈപ്പ് ഫിറ്റർ 44, ദെൻ സ്ട്രക്ചറൽ ഫിറ്റർ 47. അപ്പോൾ ഈ ഗ്രൂപ്പ് എയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ ജസ്റ്റ് 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ 10ാം ക്ലാസ് വെറുതെ പാസ്സായി പോരാ, അതിൻ്റെ പെർസെൻറ്റേജ് ഉണ്ട്. പെർസെൻറ്റേജും കൂടെ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, 50% മാർക്കോടെ കൂടി പാസ്സായിരിക്കണം കേട്ടോ. എന്നാൽ SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് ജസ്റ്റ് പാസ് ക്ലാസ് മതി, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് 10ാം ക്ലാസ് കഴിഞ്ഞ് ഉയർന്ന ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള നിങ്ങൾക്ക് +2 അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നത് യാതൊരു തടസ്സവും ഇല്ല കേട്ടോ. ഓക്കെ, 10ാം ക്ലാസ് ആണ് ഇതിൻ്റെ മിനിമം ക്വാളിഫിക്കേഷൻ. കൂടുതൽ വെയിറ്റേജോ മറ്റ് കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ലഭിക്കില്ല. അപ്പോൾ ഈ പറയുന്ന ഗ്രൂപ്പ് എയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ 50% മാർക്കോടുകൂടി 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളത് മാത്രമാണ്. SC/ST ആണെങ്കിൽ ജസ്റ്റ് പാസ്സായാൽ മതി, പെർസെൻറ്റേജ് പ്രശ്നമല്ല. ഇനി നിങ്ങൾക്ക് 10ാം ക്ലാസ് കഴിഞ്ഞ് ഉയർന്ന മറ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നതിൽ യാതൊരു തടസ്സവും ഇല്ല, നിങ്ങളുടെ ഏജ് ഒക്കെ ഓക്കെ ആണെങ്കിൽ കേട്ടോ. അപ്പോൾ 2 വർഷമായിരിക്കും ഇതിൻ്റെ ട്രെയിനിങ് ഉണ്ടായിരിക്കാം. പിന്നെ SC/ST OBC അതുപോലെ നിങ്ങൾക്ക് എക്കണോമിക്കലി അതുപോലെ സോഷ്യലി ബാക്ക്വേർഡായുള്ള കാറ്റഗറിക്കും അതുപോലെ AWS അതുപോലെ തന്നെ SC/ST ഇതിൻ്റെയൊക്കെ റിസർവ് വാക്കൻസി കാണാം. ഇൻ കേസ് നിങ്ങൾക്ക് റിസർവ് വാക്കൻസി ഇല്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജനറൽ വാക്കൻസിയിലേക്ക് അപ്ലൈ ആവുന്നതാണ് കേട്ടോ. അപ്പോൾ 2 വർഷമാണ് ഇതിൻ്റെ ട്രെയിനിങ് ഡ്യൂറേഷൻ വരുന്നത്. മിനിമം ഏജ് 15 വയസ്സ്, മാക്സിമം 19 വയസ്സേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ കാണാൻ നിങ്ങൾക്ക് 1/10/2025 കണക്കാക്കി നിങ്ങൾക്ക് ഏജ് കണക്കാക്കുന്നത്. മിനിമം 15 മാക്സിമം 19 വയസ്സ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. OBC NCL കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 22 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ദെൻ SC/ST ആണെങ്കിൽ അവർക്ക് 24 വയസ്സ് വരെയും എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. 5 വർഷം ഏജ് റിലാക്സേഷൻ അവർക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഗ്രൂപ്പ് ഏണ്ടത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടായിരിക്കുന്നു. അപ്പോൾ ഈ പറയുന്ന ഏത് ട്രേഡിലേക്കാണ് നിങ്ങൾക്ക് താല്പര്യം അതിനനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ജസ്റ്റ് 10ാം ക്ലാസ് മാത്രം മതി, 10th മാത്രം മതി, വേറെ യാതൊരു ക്വാളിഫിക്കേഷൻ വേണ്ട. ഇനി ഏത് ഉയർന്ന മറ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഏജിൻ്റെ ഉള്ളിൽ നിൽക്കുന്നതായിരിക്കണം കേട്ടോ നിങ്ങൾ. ഓക്കെ, അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് നമ്മൾ ഗ്രൂപ്പ് ബി പോസ്റ്റാണ്. ഇത് IT കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. IT കഴിഞ്ഞവർക്ക് ഈ പറയുന്ന ഗ്രൂപ്പ് ബിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ IT ഏതൊക്കെ ട്രേഡാണ് വിളിച്ചിരിക്കുന്നത് കാണുന്നെങ്കിൽ ഫിറ്റർ വിളിച്ചിട്ടുണ്ട്, ഫിറ്റർ സ്ട്രക്ചറലാണ്. അതിൽ
അതിൽ 40 വേക്കൻസി. ദെൻ ഡ്രാഫ്റ്റ്മാൻ മെക്ക്, അതുപോലെ ഇലക്ട്രീഷ്യൻ 40, ദെൻ ICTSM 20, ദെൻ ഇലക്ട്രോണിക്സ് മെക്ക് 30, R&DC 20, പൈപ്പ് ഫിറ്റർ 20, പിന്നെ വെൽഡർ 35, സ്കോപ്പ 30, കാർപ്പൻറ്റർ 30. ഇങ്ങനെയാണ് വേക്കൻസി. അപ്പോൾ നിങ്ങളുടെ റിസർവ് വേക്കൻസി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കാം. 1 ഇയർ ആയിരിക്കും ഇതിൻ്റെ ട്രെയിനിങ് ഡ്യൂറേഷൻ. 16 to 21 ഏജ് ലിമിറ്റ് വരുന്നത് കേട്ടോ. ഏജ് കണക്കാക്കുന്ന ഡേറ്റ് ഞാൻ പറഞ്ഞു 1/10/2025 ഏജ് കണക്കാക്കുന്നത്. മിനിമം 16, മാക്സിമം 21 വയസ്സ് അപ്ലൈ ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ SC/ST OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും കേട്ടോ. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന അതത് ട്രേഡുകളിൽ നിങ്ങൾക്ക് ITI ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ജസ്റ്റ് ITI ഉണ്ടായിരിക്കും. അത് അവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ കാണിക്കാം ഞാൻ. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന അതത് ട്രേഡുകൾ നിങ്ങൾ ITI പാസ്സായിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അതിൽ നിങ്ങൾക്കൊരു 50% മാർക്ക് ഉണ്ടായിരിക്കും എന്നുള്ള കണ്ടീഷനാണ്. SC/ST ആണെങ്കിൽ പാസ് ക്ലാസ് മതി കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, ജസ്റ്റ് ഇവിടെ പറഞ്ഞതേ. അപ്പോൾ ITI ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് ഗ്രൂപ്പ് C ആണ്. ഗ്രൂപ്പ് Cയിലേക്ക് 8ാം ക്ലാസ് ആണ് യോഗ്യത. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് റിഗർ 14, അതുപോലെ തന്നെ വെൽഡർ, ഗ്യാസ് ആൻഡ് ഇലക്ട്രിക് 20. ഇങ്ങനെയാണ് വേക്കൻസി. ഇതിലേക്ക് നിങ്ങൾക്ക് 8ാം ക്ലാസ് പാസ്സായാൽ മതി. ഓക്കെ, അപ്പോൾ 8ാം ക്ലാസ് കഴിഞ്ഞാൽ മിനിമം നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഇതിൻ്റെ ട്രെയിനിങ് ഡ്യൂറേഷൻ. റിഗർ ആണെങ്കിൽ നിങ്ങൾക്ക് 2 വർഷവും മറ്റേത് 1 വർഷവും 3 മാസമാണ് ഡ്യൂറേഷൻ വരുന്ന ട്രെയിനിങ് ഡ്യൂറേഷൻ. 14 to 18 ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന റിഗറിലേക്കും വെൽഡറിലേക്കും അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ 8ാം ക്ലാസ് കഴിഞ്ഞവരൊന്നും ഇപ്പോഴത്തെ കാലഘട്ടങ്ങളില്ലല്ലോ. 8ാം ക്ലാസ് കഴിഞ്ഞ് സ്റ്റോപ്പ് ചെയ്തവരൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ 8ാം ക്ലാസ് കഴിഞ്ഞ് ഇപ്പോൾ ആരും എന്ത് ചെയ്യാണ്, 10ാം ക്ലാസ് പഠിക്കാത്തതിലേക്ക് ജോയിൻ ചെയ്യില്ല. അപ്പോൾ നിങ്ങൾക്ക് 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ഗ്രൂപ്പ് സിയിലേക്കും അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗ്രൂപ്പ് എയിലേക്കും അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, പിന്നെ ITI കഴിഞ്ഞവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഗ്രൂപ്പ് എയിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ഗ്രൂപ്പ് സിയിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതല്ലാത്ത 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് ഗ്രൂപ്പ് എയിലേക്കും അപ്ലൈ ചെയ്യാം, ഗ്രൂപ്പ് സിയിലേക്കും അപ്ലൈ ചെയ്യാം. ഓക്കെ, ITI കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഗ്രൂപ്പ് എയിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ഗ്രൂപ്പ് സിയിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഗ്രൂപ്പ് ബിയിലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഏജ് റിലാക്സേഷൻ നമ്മൾ പറഞ്ഞു. SC/ST ആണെങ്കിൽ 5 വർഷം, OBC ആണെങ്കിൽ 3 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ട്. PWD ശാരീരിക പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ 10 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ് 1/10/2025 കണക്കാക്കിയാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. അതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഗ്രൂപ്പ് എന്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞതാണെങ്കിലും ഇവിടെ പറയാൻ, ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കൽ, ഇലക്ട്രീഷ്യൻ, അതുപോലെ ഫിറ്റർ, സ്ട്രക്ചറൽ ഫിറ്റർ, ഈ പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കും. 50% മാർക്ക്. SC/ST ആണെങ്കിൽ പാസ് ക്ലാസ് മതി എന്നുള്ളതാണ്. ഇനി ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നതിൽ യാതൊരു തടസ്സവും ഇല്ല എന്നുള്ളതാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഈ ഗ്രൂപ്പ് എയിൽ പെടുന്നതിനാണ് ഈ പൈപ്പ് ഫിറ്റർ. അതിൻ്റെ ഒരു പ്രത്യേക കാര്യം ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ ഈ പറയുന്ന ക്വാളിഫിക്കേഷനൊക്കെ സെയിം തന്നെയാണ്. 10ാം ക്ലാസ് 50% മാർക്ക്, SC/ST ആണെങ്കിൽ പാസ് ക്ലാസ് മതി. പക്ഷേ ഒരു കണ്ടീഷൻ വിടുമ്പോൾ ഇവിടെ പറയുന്നുണ്ട്, ഇവിടെ ഡെഫ് ആൻഡ് ഹിയറിംഗ് പ്രോബ്ലംസ് ഉള്ള ഉദ്യോഗാർത്ഥികളെ ഇതിലേക്ക് പരിഗണിക്കുന്നുണ്ട്. അതായത് 5 ഫിറ്റർ ട്രേഡിലേക്ക് പരിഗണിക്കുന്നുള്ളൂ എന്നുള്ളത് മാത്രമായിട്ട് ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി അതോടൊപ്പം തന്നെ ഗ്രൂപ്പ് ബിൻ്റെ ക്വാളിഫിക്കേഷനാണ്. അത് ITI പാസ്സായുള്ളവർക്കാണ് ഗ്രൂപ്പ് ബിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന ട്രേഡ് ഫിറ്റർ, ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കൽ, ഇലക്ട്രീഷ്യൻ, ICTSM, ഇലക്ട്രോണിക്സ് മെക്കാനിക്, പ്ലംബർ, വെൽഡർ, കോപ്പ, അതുപോലെ കാർപ്പൻറ്റർ, R&DC പറഞ്ഞിരിക്കുന്ന വിവിധ ട്രേഡുകളിൽ നിങ്ങൾക്ക് ITI ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 50% മിനിമം മാർക്ക് വേണം. SC/ST ആണെങ്കിൽ ജസ്റ്റ് പാസ് ക്ലാസ് മതി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന അതത് ട്രേഡിൽ ITI ഉള്ളവർക്ക് മാത്രമേ മുകളിലുള്ള പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഫൈനൽ ഇയറിൽ പഠിക്കുന്ന ITI പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്, നിങ്ങളുടെ റിസൾട്ടൊക്കെ ഫൈനൽ എക്സാം ഈ പറയുന്ന ഇവിടെ നിങ്ങൾക്കൂടെ കാണാം. ഫൈനൽ എക്സാം നിങ്ങൾ ഈ പറയുന്ന 1/10/2025 എന്ന് പറയുന്ന ഈ ഡേറ്റിൻ്റെ ഉള്ളിൽ പാസ്സായിരിക്കണം. അപ്പോൾ നിങ്ങളിപ്പം നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ നിങ്ങളുടെ ഫൈനൽ എക്സാം റിസൾട്ട് 1/10/2025 മുൻപായിട്ട്, ആ ഡേറ്റിനോ അതിന് മുൻപായിട്ടോ വന്നിരിക്കണം. ഈ 1/10/2025 ശേഷം നിങ്ങളുടെ റിസൾട്ട് വരികയാണെങ്കിൽ നിങ്ങളെ പരിഗണിക്കില്ല എന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഫൈനൽ ഇയറിലെ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളുടെ കാര്യമാണ് അവിടെ പറയുന്നത്. ഇനി അടുത്തത് ഗ്രൂപ്പ് C കാറ്റഗറിയാണ്. അതിലേക്ക് 8ാം ക്ലാസ് ആണല്ലോ യോഗ്യത. അപ്പോൾ അവിടെ കാണാം ജസ്റ്റ് 8ാം ക്ലാസ് പാസ്സായിരിക്കാനുള്ളതാണ്. 50% മാർക്ക് വേണം. SC/ST ആണെങ്കിൽ പാസ് ക്ലാസ് മതി. നിങ്ങൾക്ക് ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. അത് 8ാം ക്ലാസ് തന്നെ വേണമെന്നില്ല. 10ാം ക്ലാസ്സോ +2 ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഏജ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി അതോടൊപ്പം തന്നെ അടുത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ITI കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഗ്രൂപ്പ് എയിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ഗ്രൂപ്പ് സിയിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. എന്നാൽ 10ാം ക്ലാസ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഗ്രൂപ്പ് എയിലേക്കും അപ്ലൈ ചെയ്യാം, ഗ്രൂപ്പ് സിയിലേക്കും അപ്ലൈ ചെയ്യാം. പക്ഷേ അവർ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഗ്രൂപ്പ് എയിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം. ഇനി ഗ്രൂപ്പ് സിയിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, വീണ്ടും അപ്ലൈ ചെയ്യണം കേട്ടോ. അങ്ങനെ രണ്ടിലേക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി OBC ഒക്കെ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ OBC NCL സർട്ടിഫിക്കറ്റ് ആണ് അതിലേക്ക് അപ്ലോഡ് ഒക്കെ ചെയ്യേണ്ടി വരും.
അപ്പോൾ കാറ്റഗറി സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഉദ്യോഗാർത്ഥികൾ അപ്ലോഡ് ചെയ്യണം കേട്ടോ. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വാലിഡ് ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയ സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അപ്ലിക്കേഷൻ പ്രോസസ്സ് ഓൺലൈനായിട്ട് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിക്കാം. അപ്ലിക്കേഷൻ ഫീ ഉണ്ട്. ജനറൽ, OBC, SCBC, EWS, AFC കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് 100 രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത്. എന്നാൽ SC, ST, PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് യാതൊരുവിധ ഫീസും വേണ്ട, ഫ്രീ ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി അടുത്ത സെലക്ഷൻ പ്രോസസ്സാണ്. സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ 3 സ്റ്റേജസ് ആണ് വരുന്നത് കേട്ടോ. സ്റ്റേജ് 1 ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടെ കാണാം, ഓൺലൈൻ എക്സാമിനേഷൻ ആണ് വരുന്നത്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ A, B and Cയിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഗ്രൂപ്പ് A, B and Cയിലേക്ക് അപ്ലൈ ചെയ്തിട്ടാണെങ്കിൽ എലിജിബിൾ ആയ ഉദ്യോഗാർത്ഥികളെ ഓൺലൈൻ എക്സാമിനേഷന് വിളിക്കുകയാണ് ചെയ്യുക. 100 മാർക്കായിരിക്കും കേട്ടോ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണാം ഗ്രൂപ്പ് A 10ാം ക്ലാസ് പാസ്സായ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർക്ക് സബ്ജക്റ്റ് ഇതാണ് വരിക. ഇംഗ്ലീഷ് ആൻഡ് GK ഒരു 25 ക്വസ്റ്റ്യൻ, ഫിസിക്സ് 25, കെമിസ്ട്രി 25, മാത്തമാറ്റിക്സ് 25, ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ ഇവിടെ കാണാം 100 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക. ഇനി അടുത്തത് ഗ്രൂപ്പ് B ITI കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളുടെ ആണെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് കാണാം സബ്ജക്റ്റ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ, ഇംഗ്ലീഷ് ആൻഡ് GK 25. പിന്നെ ട്രേഡ് തിയറി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇതിൽ ഏത് ട്രേഡാണോ, സ്ട്രക്ചറൽ ഫിറ്റർ ആണോ, ഇനി ഡ്രാഫ്റ്റ്മാൻ ആണോ, ഇതിൽ ഏതായിരിക്കും അതുമായി ബന്ധപ്പെട്ടുള്ള 25 ക്വസ്റ്റ്യൻ എക്സ്ട്രാ ഉണ്ടാവും. പിന്നെ വർക്ക്ഷോപ്പ്, കാൽക്കുലേഷൻ ആൻഡ് സയൻസ് 25, എഞ്ചിനീയറിംഗ് ഡ്രോയിങ് 25, അങ്ങനെ ടോട്ടൽ 100 ക്വസ്റ്റ്യൻ ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ഗ്രൂപ്പ് C ആണെങ്കിൽ 8ാം ക്ലാസ് ആണ് യോഗ്യത, അതിൻ്റെ ഇംഗ്ലീഷ് ആൻഡ് GK 25, ഫിസിക്സ് 25, കെമിസ്ട്രി 25, മാത്തമാറ്റിക്സ് 25, 100 ക്വസ്റ്റ്യൻ. ഇനി ഇവിടെ കോപ്പയുടെ ഇതാണെങ്കിൽ നിങ്ങൾക്ക് 75 ക്വസ്റ്റ്യൻ ട്രേഡ് തിയറിയുമായി ബന്ധപ്പെട്ടാണ് ഉണ്ടാകുക കേട്ടോ. ഓക്കെ, ഇവിടെ മറ്റെല്ലാ എക്സാമുകളും 25 ക്വസ്റ്റ്യൻ മാത്രമേ, മറ്റെല്ലാ ട്രേഡും 25 ക്വസ്റ്റ്യനെ ട്രേഡിൽ നിന്ന് വരുള്ളൂ. എന്നാൽ കോപ്പയ്ക്ക് 75 ക്വസ്റ്റ്യനും എന്താണ് ട്രേഡാണ്, ഈ നമ്മൾ കോപ്പ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകുക. 25 ക്വസ്റ്റ്യൻ മാത്രമേ ഇംഗ്ലീഷും GK സബ്ജക്റ്റും ഉണ്ടായിരിക്കട്ടോ, ഒരു ചെറിയ വ്യത്യാസമുണ്ട്. പിന്നെ എക്സാമിനേഷൻ സെൻറ്ററുകളൊക്കെ ഇവിടെ കൊടുത്തു നോക്കണം, കാരണം നമുക്ക് കേരളത്തിലൊന്നും ഉണ്ടാവില്ല. മുംബൈ, താനെ, പൂനെ, ഇവിടെ കാണാൻ ഔറംഗാബാദ്, നാഗ്പൂർ ഒക്കെ ഇവിടെയൊക്കെയാണ് നമുക്ക് എക്സാം ഉണ്ടായിരിക്കട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഇവിടെ എഴുതാൻ താല്പര്യമുള്ളവർ ഇതിലേക്ക് അപ്ലൈ ചെയ്യുക. പിന്നെ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും നിങ്ങളെ ട്രേഡ് അലോട്ട്മെൻറ്റ് കാര്യങ്ങളൊക്കെയാണ്, ഒക്കെ മെഡിക്കൽ എക്സാമിനേഷനൊക്കെ ഉണ്ടാവും. പിന്നെ തേർഡ് സ്റ്റേജ് പറഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് മെഡിക്കലി നമ്മൾ ഫിറ്റാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, എക്സാമാണ് മെയിനായിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മറ്റു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളിതിൽ സെലക്ട് ആയി കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും നമ്മുടെ നാപ്സിൽ രജിസ്റ്റർ ചെയ്യണം കേട്ടോ. അപ്പോൾ നാപ്സിൽ നമ്മൾ സെലക്ട് ആയി കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ഇപ്പം തന്നെ രജിസ്റ്റർ ചെയ്ത് വെക്കുന്നത് നല്ലതാണ് കേട്ടോ. NAPS അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ തരാം. പിന്നെ ഇതിലേക്ക് അക്കോമഡേഷനോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ സ്റ്റൈപ്പൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 7,000 to 10,000 മേ ബി, ചിലപ്പോൾ അതിൽ കൂടുതൽ കിട്ടാനും പോസിബിലിറ്റി ഉണ്ട് കേട്ടോ. 7,000 to 10,000 എന്ന റേഞ്ചിൽ നിങ്ങൾ കണ്ടാൽ മതി. ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ആണ് അവിടെ ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ്സ് 10/6 മുതൽ നിങ്ങൾക്ക് 30/6 വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യട്ടോ. ഫീ പേയ്മെൻറ്റിൻ്റെ സെയിം ഡേറ്റ് തന്നെയാണ് വരുന്നത്. ഇനി എലിജിബിൾ നോട്ട് എലിജിബിൾ കാൻഡിഡേറ്റ്സ്, അതായത് നമ്മൾ ഓൺലൈൻ കൊടുക്കുന്നതിനനുസരിച്ച് അവർ എലിജിബിൾ ആൻഡ് നോട്ട് എലിജിബിൾ എന്നുള്ള രീതിയിൽ അവരെന്ത് ലിസ്റ്റ് ഇടും. ആ ലിസ്റ്റിൽ ഇടുന്ന ഡേറ്റ് ഇവിടെ പറയുന്നുണ്ട് 7/7 കേട്ടോ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. 7/7/2025 ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ഇന്നെലിജിബിൾ ആയിട്ടുള്ള ലിസ്റ്റിൽ പെട്ടതാണെങ്കിൽ നിങ്ങൾക്ക് അപ്പീൽ എടുക്കാനുള്ളൊരു സമയമുണ്ട്. അതിൻ്റെ ലാസ്റ്റ് കട്ട് ഓഫ് ഡേറ്റ് പറയുന്നത് 14/7 ഉള്ളിൽ നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ കാരണം ബോധിപ്പിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ അത് നിങ്ങൾ നോട്ട് എലിജിബിൾ ആയിട്ട് തന്നെ നിൽക്കും. ഇനി അതുപോലെ അഡ്മിറ്റ് കാർഡ്, ഹാൾ ടിക്കറ്റ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നത് 18/7 ആയിരിക്കും. ഇനി അതുപോലെ ഇതിൻ്റെ എക്സാം കണ്ടക്ട് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 2/8 കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നോട്ടിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ട് പറയാനുള്ളത്. ഇനി നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ എന്ന് പറഞ്ഞ ലിങ്ക് വരും, അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വെബ്സൈറ്റിലാണ് വരിക. പിന്നെ നമ്മുടെ ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക, കാരണം നമുക്ക് പ്രൈവറ്റ് ജോബ്സ് കാര്യങ്ങളൊക്കെ അതിൽ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്തോളൂ. വർക്ക് ഫ്രം ഹോം ജോബ്സ് എല്ലാം അതിലുണ്ട്. അപ്പോൾ അവിടെ കേരള ജോബ്സിൽ ഇവിടെ കാണാം, ലേറ്റസ്റ്റ് ജോബ്സ് കാണാം. ലേറ്റസ്റ്റ് ജോബ്സിൽ MDL എന്ന് കാണാം കേട്ടോ. ഓക്കെ, MDL ട്രേഡ് അപ്രൻറ്റീസസ് റിക്രൂട്ട്മെൻറ്റ് പറഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ കേട്ടോ. ഓക്കെ, ഇതിവിടെ കണ്ടില്ല, ഇവിടെ താഴെ വിടേണ്ട 5 പോസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ പോസ്റ്റ് ചെയ്ത് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ ഇവിടെ ഒന്നും കാണില്ല. ഇവിടെ റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആയി കാണിക്കുക. റീഡ് മോർ എന്നുള്ള ഓപ്പൺ ആക്കുക. അത് നിങ്ങൾക്ക് എങ്ങനെ കാണിക്കും കേട്ടോ. അപ്പോൾ അത് ഓരോ പേജ് വൈസ് ആയിട്ട് നെക്സ്റ്റ് പേജ് എടുത്ത് നിങ്ങളിങ്ങനെ നോക്കിയാൽ മതി. ഓക്കെ, ടൈറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ജസ്റ്റ് ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ പലരും അങ്ങനെ വീഡിയോ കാണുന്നവരുണ്ടാവും, അവർക്ക് ലിങ്ക് കിട്ടാതിരിക്കേണ്ട വെച്ചിട്ടാണ്. അപ്പോൾ MDL ട്രേഡ് അപ്രൻറ്റീസസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മളെ പേജിലേക്കാണ് വരിക. നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മുടെ സോഷ്യൽ മീഡിയ ഐക്കൺസ് ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഇതിലൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഫോളോ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റയിൽ മാക്സിമം ഫോളോ ചെയ്യാം. ഇനി താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ അപ്ലിക്കേഷൻ ഫോം എന്നുള്ള ഭാഗമുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യാം. ഇനി നാപ്സിൻ്റെ ഡയറക്റ്റ് ലിങ്ക് ആണ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നാപ്സ് നമ്മൾ സെലക്ട് ആയതിൽ രജിസ്റ്റർ ചെയ്താൽ മതി. ഇനി മുൻപ് തന്നെ നിങ്ങൾക്ക് അപ്രൻറ്റീഷിപ്പ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിർബന്ധമാണ് നാപ്സിൽ രജിസ്റ്റർ ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ അപ്ലിക്കേഷൻ ഫോം എന്നുള്ളതിൽ നമ്മൾ ജസ്റ്റ് ഓപ്പൺ ആക്കുന്നു. അങ്ങനെ ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്കാണ് വരിക. ഇപ്പോൾ ഇവിടെ 2 പാർട്ടാണ്. ഒന്ന് ലോഗിൻ പാർട്ട്, ഇവിടെ നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷനാണുള്ളത്. ഇവിടെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൽ ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് എന്നുള്ളത് കാണാൻ പറ്റും. ഓക്കെ,
അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ. എന്നിട്ട് നമ്മളുടെ പേരും നമ്മുടെ മറ്റു ബേസിക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് അങ്ങനെ പോകണം. അപ്പോൾ ഇത് നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടായിരിക്കും, അതുപോലെ ഇവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വാട്സപ്പിൻ്റെ ലിങ്ക് ഉണ്ട്, ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കാണിക്കുന്ന വീഡിയോ ഒക്കെ ചെയ്യണമെങ്കിൽ കൂടുതൽ കമൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മുടെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് നമുക്ക് വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ വേണമെങ്കിൽ ചെയ്തു തരാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ്. യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.